എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് സൊല്യൂഷനാണ് കാണിക്കുന്നത്. നമ്മുടെ ചെടികൾ, റോസാ ചെടികൾ മുതൽ ഏത് ചെടികൾക്കും മുരടിപ്പും പ്രശ്നങ്ങളും മാറി ആ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനും പുതിയ തളർപ്പുകളും പൂമൊട്ടുകളും ഉണ്ടാവാൻ സഹായിക്കുന്ന നല്ല രണ്ട് ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പം ഇത് ഒരുപാട് പേര് പ്രശ്നങ്ങൾ പറയുന്നതുകൊണ്ട് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും മാറി മാറി ചെയ്തു പോകണം. നല്ലൊരു റിസൾട്ടാണ്. ഏത് റോസാ ചെടിയിൽ നല്ല കട്ട കുത്തി പൂക്കൾ ഉണ്ടാവാൻ സഹായിക്കുന്ന രണ്ട് ഫെർട്ടിലൈസറാണ് കേട്ടോ. ഇത് ഏത് ചെടികൾക്കും നമുക്ക് കൊടുക്കാം. ഇൻഡോർ പ്ലാന്റ്സിനായാലും ഔട്ട്ഡോർ പ്ലാന്റ്സിനായാലും ഒക്കെ ഏത് ചെടികൾക്ക് നമുക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലൊക്കെ നന്നായിട്ട് കട്ട കുത്തി പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ റോസയ്ക്ക് മാറി മാറി എന്തെങ്കിലും വളങ്ങളൊക്കെ കൊടുത്തേ മതിയാവത്തുള്ളൂ. സ്പ്രേ ചെയ്ത രൂപത്തിലാണെങ്കിൽ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന രീതിയിലാണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള പൂക്കൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ബഡ് റോസിനാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതിനാണ് നമ്മൾ കൂടുതൽ വളങ്ങളും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോല കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കട്ട കുത്തി പൂക്കൾ ഉണ്ടാവാനായിട്ട് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഓരോ വീഡിയോ ഇടുമ്പോഴും അതിൻ്റെ താഴെ എല്ലാത്തിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വീഡിയോയും നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്ന വളങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്തതിൻ്റെ ലിങ്ക് എല്ലാം ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് അതുപോലെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു വളം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു കപ്പിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കുന്നത് നമ്മുടെ മണ്ണിലുള്ള നല്ല ബാക്ടീരിയയെ ഉൽപ്പാദിപ്പിക്കാനായിട്ട് പഞ്ചസാര വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 ലിറ്റർ വെള്ളവും ചേർത്ത് നമ്മളൊന്ന് മാറ്റി വെക്കുക. കാരണം ഈ പഞ്ചസാര എല്ലാം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പഞ്ചസാര ഡയറക്റ്റ് ഒരിക്കലും നമ്മുടെ മണ്ണിൽ ചോട്ടിൽ ഇട്ട് കൊടുക്കണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉറുമ്പ് കയറുമെന്ന്. അപ്പോൾ അല്ലാതെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നത്. നല്ല ചെടികളിൽ നല്ലതായിട്ട് വളർച്ച ഉണ്ടാവാനായിട്ടും പുതിയ തളർപ്പുകൾ ഉണ്ടാവാനായിട്ടും പുതിയ തളർപ്പുകളും വളർച്ചയും ഉണ്ടായാൽ മാത്രമേ ആ ചെടിയിൽ നന്നായിട്ട് പൂമൊട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാവത്തുള്ളൂ അല്ലേ. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷനാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം മിക്സ് ചെയ്ത് വെച്ച് എന്നിട്ട് അതിനകത്തേക്ക് 1 ലിറ്റർ വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലിനകത്താക്കി നമ്മുടെ റോസാ ചെടികളിലെല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ 2 തവണ സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ല റിസൾട്ടാണ്, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. അപ്പം ഞാനിപ്പം രാവിലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഉച്ച കഴിഞ്ഞ് മഴയായതുകൊണ്ട് തന്നെ രാവിലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മൂലം നമ്മുടെ ആ റോസാ ചെടിക്കൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇലകളിലും തണ്ടുകളിലും ഒക്കെ വലിച്ചെടുത്തിട്ട് ആ ചെടി പിന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ സാധിക്കും. വലിച്ചെടുക്കാനായിട്ട് അധികം നേരമൊന്നും വേണ്ട. മഴയുള്ള സമയത്ത് കൊടുക്കുകയാണെങ്കിൽ, കാരണം ഇത് മഴവെള്ളം വീണ് കഴിഞ്ഞാലായിട്ട് മൊത്തം പോകുന്നതായിരിക്കും. കാരണം പെട്ടെന്ന് മഴ നമ്മൾ അടിച്ചു കൊടുത്തതിൻ്റെ പുറകെ മഴ പെയ്യും. അതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ഉച്ച കഴിഞ്ഞ് അടിച്ചു കൊടുക്കരുത്. കാരണം മഴയില്ലാത്തൊരു സമയത്താണെങ്കിൽ നമുക്ക് ഉച്ച കഴിഞ്ഞൊക്കെ കൊടുത്താലും പ്രശ്നമില്ല. ഇത് രാവിലെ നമുക്ക് എഴുന്നേൽക്കുന്ന എപ്പോൾ 8 മണിയൊക്കെ ആകുമ്പോൾ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇളം വെയിലൊക്കെ കൊണ്ട് നല്ല രീതിയിൽ ആ ചെടി ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും. നല്ല വളർച്ച ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് റോസ് നന്നായിട്ട് വരുന്നത്. ചെറിയൊരു റോസാ ചെടി വെച്ചാൽ പോലും പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുന്നതിൻ്റെ കാരണവും നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് റോസയൊക്കെ ശ്രദ്ധിച്ചു പോകണം. പ്രത്യേകിച്ച് എപ്പോഴും ഞാൻ എടുത്തു പറയുന്നത് റോസയുടെ കാര്യമാണ്. കാരണം കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് റോസയെ സ്നേഹിക്കുന്നവർ. റോസയാണ് മെയിൻ ഒരു പ്രശ്നം. കാരണം ബഡ് റോസ പൂക്കാനായിട്ടും ഒക്കെ ഭയങ്കര പാടാണ്. പൂക്കൾ ആദ്യമൊക്കെ തന്നു കഴിഞ്ഞാൽ പിന്നീട് അതിന് പൂക്കളൊന്നും ഉണ്ടാവത്തില്ല, മുരടിച്ചൊക്കെ പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതിനായിട്ട് നല്ലൊരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ചെടികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് വരും. കാരണം നമ്മളിതിനെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഒരു തവണ പോലും ശ്രദ്ധിക്കാതിരിക്കരുത്. എന്നും രാവിലെ ചെന്ന് ഇതിൻ്റെ ഇടയ്ക്കൽ ചെന്ന് നോക്കണം. മുരടിപ്പുണ്ടോ, പൂക്കൾ എങ്ങനെയാണ് വരുന്നത്, കമ്പുകൾ കറുത്തു പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ബഡ് റോസയെ നല്ല രീതിയിൽ സംരക്ഷിച്ച് നിർത്തി പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ വരുന്ന പൂക്കളൊക്കെ എപ്പോഴും പറയുന്ന പോലെ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പുതിയ ആൾക്കാർ കാണുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. റോസയുടെ പൂക്കളൊക്കെ ഒന്ന് വാടി തുടങ്ങുമ്പോൾ തന്നെ അതൊന്ന് കട്ട് ചെയ്ത് 2 ഇല വെച്ച് കട്ട് ചെയ്ത് അപ്പോഴേ കളഞ്ഞേക്കണം. എന്നാൽ മാത്രം വീണ്ടും അടുത്ത തളർപ്പ് വരത്തുള്ളൂ കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇനിയിപ്പോൾ അടുത്തൊരു സൊല്യൂഷൻ, നമ്മുടെ ചെടികളുടെ റോസയുടെ മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറിയിട്ട് ആ റോസ നല്ല ഹെൽത്തി ആയിട്ട് വന്ന് നിറയെ മുട്ടുകൾ ഉണ്ടാവാൻ സഹായിക്കുന്ന ഒരു ഫെർട്ടിലൈസറാണ്. അതിനായിട്ട് ഞാൻ വിനാഗിരിയാണ് ആദ്യം ചേർക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ആ വിനാഗിരിയുടെ
കുപ്പിയിൽ അടപ്പിൽ 2 അടപ്പ് വിനാഗിരിയാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് ഒഴിക്കാം കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ വീണ്ടും ചേർക്കുന്ന അരി കഴുകിയ വെള്ളമാണ്. ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കഞ്ഞിവെള്ളത്തിൻ്റെ തെളിയാണെങ്കിലും ചേർക്കാം കേട്ടോ. കഞ്ഞിവെള്ളവും അരി കഴുകിയ വെള്ളവും ഒക്കെ പൂക്കൾ ഉണ്ടാവാനായിട്ടും അതുപോലെ തന്നെ ചെടികളുടെ മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ മാറാനായിട്ടും വളരെയധികം സഹായിക്കുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ വിനാഗിരിയുടെ കൂട്ടത്ത് നമ്മൾ ആ അരി കഴുകിയ വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. ഏത് അരി കഴുകിയ വെള്ളവും എടുക്കാം. ഞാനിപ്പോൾ കുത്തരി കഴുകിയ വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ വിനാഗിരി നമ്മുടെ ചെടികളുടെ മുരടിപ്പും പ്രശ്നങ്ങളും മാറ്റും, അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവാനും സഹായിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ചേർക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി എല്ലാവർക്കും അറിയാം, നല്ലൊരു ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയും ഒക്കെയാണ് മഞ്ഞൾപ്പൊടി. അതുകൊണ്ട് നമ്മുടെ ചെടിക്കും മഞ്ഞൾപ്പൊടി വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മുടെ ആ ഒരു അരി കഴുകിയ വെള്ളവും വിനാഗിരിയും എല്ലാം കൂടെ ചേർത്തൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ ഒരു 1 ലിറ്റർ വെള്ളം കൂടെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ചെടികൾക്ക് ചോട്ടിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് നമുക്ക് മഴയുള്ള ദിവസമായതുകൊണ്ട് ഞാൻ രാവിലെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മഴയില്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഒഴിച്ചു കൊടുത്താലും മതിയേ. പിന്നെ നന്നായിട്ട് സ്പ്രേ ചെയ്തും കൊടുക്കാം. ഈ 2 രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിക്ക് വേറൊരു ഗുണം കൂടിയുണ്ട്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മുടെ റോസാ ചെടിയുടെ കട്ട് ചെയ്ത സമയത്ത് മഞ്ഞൾപ്പൊടി നന്നായിട്ട് കുഴച്ചിട്ട് നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ കുഴച്ചിട്ട് അതൊന്ന് പൊതിഞ്ഞ് വെക്കുക കട്ട് ചെയ്ത കമ്പിൽ. എന്നിട്ട് വേണമെങ്കിൽ ഒരു കൂട് വെച്ച് കവർ ചെയ്ത് വെച്ചാലും കുറച്ച് ദിവസം ഇരുന്ന് അത് പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പോൾ തീരെ പോയ റോസാച്ചെടിയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മഞ്ഞൾപ്പൊടി പുരട്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് കവർ ചെയ്ത് കെട്ടി വെക്കുക കേട്ടോ. അപ്പോൾ ആ ഭാഗത്ത് ഒരു ഇൻഫെക്ഷനും കാര്യങ്ങളും ഒന്നുമില്ലാതെ താഴെ നിന്ന് പുതിയ തളർപ്പ് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത ഭാഗത്ത് പുരട്ടി വെച്ചാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ മഴയുള്ള സമയത്ത് നമ്മൾ കൂട് വെച്ച് കവർ ചെയ്ത് കെട്ടി വെക്കുന്നത് നല്ലതാണ് കേട്ടോ. മഴയില്ലാത്ത സമയത്ത് നമ്മൾ പുരട്ടി വെച്ചാൽ മാത്രം മതി. ഇങ്ങനെ ചെയ്യുന്നതും നല്ലൊരു റിസൾട്ടാണ് മഞ്ഞൾപ്പൊടി അങ്ങനെ ചെയ്താൽ. നമുക്ക് അതുപോലെ തന്നെ സാഫും ഇതുപോലെ തന്നെ ചെയ്തു വെക്കാവുന്നതാണ്. അപ്പം ഞാൻ മഞ്ഞൾപ്പൊടിയാണ് എപ്പോഴും അങ്ങനെ പൊതിഞ്ഞ് വെക്കാറുള്ളത്. അതുപോലെ നമ്മുടെ ചെടിയൊക്കെ ഒന്ന് കട്ടായി പോകുന്ന മുറിഞ്ഞു പോകുന്ന സമയത്ത് ഒടിഞ്ഞ് പോകുന്ന സമയത്തുമൊക്കെ ഒരു കമ്പോച്ചോ എല്ലാം നൂർത്തി വെച്ചിട്ട് ഈ മഞ്ഞൾപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് ആ കട്ട് ചെയ്ത ഭാഗത്ത് ചെടി കൊടിഞ്ഞ് നിൽക്കുന്ന ആ ഭാഗത്തോട്ട് പൊതിഞ്ഞ് വെച്ചിട്ട് കൂട് വെച്ച് കവർ ചെയ്ത് കെട്ടി വെക്കുകയാണെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് കൊണ്ട് തന്നെ ആ ചെടി നല്ല പോലെ നൂർന്നു വരികയും ചെറിയ മുറിവൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിപ്പോകുന്നതായിട്ടും കാണാൻ സാധിക്കും. അങ്ങനെയും ഉണ്ട് ഗുണം മഞ്ഞൾപ്പൊടി കൊണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് മഞ്ഞൾപ്പൊടി കൊണ്ട് കേട്ടോ. അപ്പം നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ ചെടികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനും എല്ലാം മഞ്ഞൾപ്പൊടി വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും നമ്മൾ നല്ലൊരു സൊല്യൂഷനാണ്. രണ്ടും ചെയ്ത് നോക്കാൻ എല്ലാവരും മറന്നുപോലെ.